നമുക്കൊരു കേക്കാണ് കുറിച്ചാലോ? മധുരം കവിളിൽ നുകരും ചുണ്ടമതാലെ പിറന്നാളിൻ കേക്ക് മുറിച്ച് കനിമധുരം വിടരുന്നേ. മാന്യമായ രീതിയിൽ മൂപ്പരെ പി എം പോയിട്ട് ഞാൻ പറഞ്ഞു, പൊന്നാര മൊയിലേറെ ഇത് ഒഴിവാക്കണം. മൂപ്പര് പി എമ്മുള്ള മെസ്സേജ് ബ്ലോക്ക് ചെയ്തു. അതേ പ്രകാരം അത് കഴിഞ്ഞ് മൂപ്പരെ കമന്റ് ബോക്സ് ഞാൻ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കേക്ക് മുറിക്കൽ നിങ്ങൾ ഒഴിവാക്കിക്കളി, അല്ല എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കേക്ക് മുറിക്കുന്നു. അപ്പൊ മൂപ്പര് സ്പോട്ടിലാണ്ട് ഡിലീറ്റ് ചെയ്തു. എന്തെന്നറിയോ? വീഡിയോ അല്ല കേട്ടാ, എന്റെ കമന്റ് ഉണ്ട് ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ പിന്നെയും കമന്റ് ഇട്ടു, എന്റെ കമന്റ് നിങ്ങൾ മുക്കിയില്ലെന്ന് വെച്ചിട്ട് മൂപ്പർ ആ കമന്റും കയ്യോടെ മുക്കി. മൂന്നാമത് ഞാൻ കമന്റ് ഇട്ടു, മൂപ്പർ അതും മുക്കി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? റീച്ചിന് വേണ്ടി തോന്നിവാസം ചെയ്യുക. എന്റെ പൊന്നാര മൊയിലേറെ, നിങ്ങൾ ധരിച്ച ആ ഡ്രസ്സിനോട് ഒരു മിനിമം കൂറ് നിങ്ങൾക്ക് പുലർത്തിക്കൂടെ? അല്ല എങ്കിൽ അത് ഊരി മാറ്റിക്കളി, എന്നിട്ട് നിങ്ങൾ എന്ത് തോന്നിവാസം ചെയ്തോളി. എന്ത് കടുകട്ടിയാണ് നിങ്ങൾക്ക്? നിങ്ങളൊക്കെ ആ ധൈര്യം നമ്മൾ സമ്മതിച്ചു. കാരണം ആ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഇസ്ലാമിലെ ഹറാമാണെന്ന് പറഞ്ഞ സംഗതികൾ ഒരു ഉളുപ്പുമില്ലാണ്ട് അതേ രീതിയിൽ ഈ ഡ്രസ്സും ധരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊക്കെ തൊലിക്കട്ടി സമ്മതിക്കണം. എന്തിനാണ് നിങ്ങളെ ഉസ്താദുമാരെ പറയിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ഇൽമ് നുകർന്നു തന്ന ഒരു ഉസ്താദില്ലേ, ആ ഉസ്താദിനെ എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോ, നിങ്ങൾ 2 വട്ടം ഇതിന്റെ മുന്നേ ഏറെ കയറി ഇറങ്ങിയ മനുഷ്യനല്ലേ? അന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ ആ വീഡിയോ ഒഴിവാക്കി. ഇപ്പൊ ധിക്കാരമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒഴിവാക്കാനുള്ള മാനസികാവസ്ഥയിലല്ല നിങ്ങൾ, കാരണം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു സാധാരണക്കാരൻ ചെയ്യണ പോലെയല്ല നിങ്ങൾ ഇപ്പൊ ചെയ്താല്. ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതിനൊരു മാന്യതയുണ്ട്, ബഹുമാനമുണ്ട്, ഒരു ആദരവുണ്ട്. അതുകൂടെയാണ് നിങ്ങൾ കളഞ്ഞു കുടിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ വിവരവും അറിവുമുള്ള ആളുകളായ നിങ്ങൾ പോലത്തെ ആളുകൾ ചെയ്യുമ്പോൾ വലിയ തെറ്റാണ്. ഉമ്മത്തിന് മാതൃകയാവാണ്ട് നിങ്ങൾ തന്നെ മാതൃക അല്ലാത്ത രീതിയിൽ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെയാണ് നിങ്ങൾ കളങ്കപ്പെടുത്തുന്നത്, ഇസ്ലാമിനെയാണ് നിങ്ങൾ ഇല്ലാതെയാക്കുന്നത്. പടച്ച റബ്ബിന്റെ മുന്നിൽ നിർബന്ധമായി നിങ്ങൾ മറുപടി പറയേണ്ടി വരും.